ഹൈ ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എയർ ഫ്രയറിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പം ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. എയർ ഫ്രയർ കേക്ക് റെസിപ്പി കാണിക്കോ, അതുപോലെ തന്നെ എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ ടെമ്പറേച്ചറും ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കേക്ക് റെസിപ്പി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എയർ ഫ്രയറിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കോക്കനട്ട് മിൽക്ക് കേക്ക് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറിലോട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇതിലോട്ട് ഇനി പൊടിക്കാത്ത അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു മധുരം എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു മധുരമാണ് കേട്ടോ. നമ്മൾ മിൽക്ക് കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്, അതുകൊണ്ടാണ് അരക്കപ്പ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറി കിട്ടാനാണ് വാനില എസൻസ് ഒഴിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. വാനില എസൻസ് ചേർക്കണം നിർബന്ധമില്ല, ഏലക്കായ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ആ ഒരു പഞ്ചസാര ഒക്കെ മെൽറ്റായിട്ട് മുട്ടയൊക്കെ ഒന്ന് ഫ്ലഫി ആയി വരുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഇല്ലാത്ത ഓയിലുകളൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ കോക്കനട്ട് ഓയിലൊന്നും എടുക്കാതിരിക്കുക. ഇതിലോട്ട് ഇനി 1/2 കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ് ചേർത്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് അടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു അരിപ്പയിലൂടെ ഇതിലോട്ട് 1 കപ്പ് അളവിൽ മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് കറക്റ്റ് ആയിട്ടുള്ള മൈദ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മൈദ എടുക്കാത്തവർക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മൈദ ആദ്യം തന്നെ അരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കേക്ക് റെഡിയാക്കുമ്പോൾ എപ്പോഴും മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ അരിച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാനിത് മൊത്തം ഒന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു സ്പാച്ചിലയോ വിസ്കോ ഉപയോഗിച്ചിട്ട് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു മുട്ടൻ്റെ കൂട്ട് താഴ്ന്നു പോകാത്ത രീതിയിലൊന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് സ്പീഡിൽ ഇട്ടതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സ്പീഡിൽ ചെയ്യുന്ന പോലെ തോന്നുന്നത്. പതുക്കെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, ആ ഒരു തേങ്ങയൊന്നും അധികമൊന്നും അരഞ്ഞിട്ടില്ല. ഇനി നമുക്കൊരു കേക്ക് മോൾഡിലോട്ട് മാറ്റാം. അപ്പം ഞാനിവിടെ ഒരു 1 kgൻ്റെ സ്ക്വയർ കേക്ക് മോൾഡ് എടുത്തിട്ട് അതിലൊരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ ഒരു ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മളിവിടെ എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എയർ ഫ്രയറിലേക്ക് സൂട്ടാകുന്ന മോൾഡ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റേതിപ്പോൾ 6 ലിറ്ററിൻ്റെ എയർ ഫ്രയറിൽ ഈ ഒരു 1 kgൻ്റെ മോൾഡ് കറക്റ്റായിട്ട് ഫിറ്റ് ആവും. അപ്പോൾ നിങ്ങളെ എയർ ഫ്രയറിൽ എത്ര അളവിലാണോ മോൾഡ് ഫിറ്റ് ആവുന്നത് ആ ഒരു മോൾഡ് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം. എയർ ഫ്രയറിൻ്റെ ഈ ഒരു ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അടിയിലുള്ള ആ ഒരു തട്ടില്ലേ, അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ മോൾഡ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ദാ ഈ ഒരു എയർ ഫ്രയറിൻ്റെ ഈ ഒരു ബാസ്ക്കറ്റിലോട്ട് ഈ ഒരു മോൾഡ് കറക്റ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ എയർ ഫ്രയർ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓൺ ചെയ്തിട്ട് ഇതിൽ കേക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാ എയർ ഫ്രയറിലും കേക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷനിലോട്ട് മാറ്റിയിട്ട് അതിൽ വന്നിട്ടുള്ളത് 160 ഡിഗ്രിയിൽ 17 മിനിറ്റാണ് കേക്കിൻ്റെ ഓപ്ഷൻ വന്നിട്ടുള്ളത്. അത് ഓണാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 17 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ എയർ ഫ്രയറിൻ്റെയും ടൈമും ടെമ്പറേച്ചറും ഒക്കെ ചെറുതായിട്ട് ചേഞ്ചുകൾ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പം ഞാനിത് 17 മിനിറ്റ് ഈ ഒരു രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താവും എന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം മൊത്തം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനിടയിലൊന്നും ഓപ്പൺ ആക്കാൻ പോവേണ്ട. അപ്പോൾ 17 മിനിറ്റും കഴിഞ്ഞ് ഇത് ഓഫ് ആയിരുന്ന സമയത്ത് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു സ്ക്യൂവർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉൾവശം റെഡി ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. പുറമേക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഉൾവശം ചെറുതായിട്ട് കയ്യിലിങ്ങനെ ഒട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ തിരിച്ച് എയർ ഫെയറിലോട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും കേക്കിൻ്റെ ആ ഒരു ഓപ്ഷൻ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ സമയം കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സമയം 10 മിനിറ്റിലോട്ട് മാറ്റിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ അത്രയൊന്നും ഒട്ടലില്ല. ചെറിയൊരു ഒട്ടൽ മാത്രമേ ഉള്ളൂ ട്ടോ. അപ്പോൾ 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കില് ഞാൻ 4 മിനിറ്റ് ആയപ്പം ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ എയർ ഫ്രയറിന്റെ സമയം കറക്റ്റൊക്കെ നോക്കിയിട്ട് ചെയ്യാ ട്ടോ. ഇപ്പോൾ ദാ 4 മിനിറ്റ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് കുത്തി നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ട്ടോ. യാതൊരുവിധ ഒട്ടലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് സമയം എടുത്തതെന്ന് പറയുന്നത് 160 ഡിഗ്രിയിൽ 21 മിനിറ്റാണ് ട്ടോ. അപ്പോൾ നിങ്ങളെ എയർ ഫ്രയർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ പിന്നെ കാര്യങ്ങളൊക്കെ ഈസി ആവും. ഇപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ എയർ ഫ്രയറിൽ കേക്ക് റെഡിയാവുമോ എന്നുള്ളത് ഒരുപാട് പേരുടെ ഡൗട്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് കിട്ടും കേട്ടോ. നമ്മൾ സ്റ്റവ് ടോപ്പിലും അവളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡൗട്ടാണ് അടിവശം എന്താ പറയുക കറക്റ്റായിട്ട് കിട്ടുമോ ഇല്ലെങ്കിൽ ഉൾവശം കുക്കായി കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. അതൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ അടിവശവും ഉൾവശവും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞല്ലോ ഒരു മിൽക്ക് കേക്കാണ് റെഡിയാക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രത്തിലോട്ട് 1 കപ്പ് അളവിൽ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലോട്ട് ഫ്ലേവറിനോ കളറിനോ വേണ്ടിയിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കും ഈ ഒരു കോക്കനട്ട് മിൽക്കും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ആക്കി എടുക്കാൻ. തീ കൂട്ടി വെക്കരുത്. ഇതിലോട്ട് കുറച്ച് ബദാം ഇതേപോലെ ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണാനുള്ള ഭംഗിക്കും കഴിക്കാനുള്ള ഒരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചൂട് ആക്കി എടുത്താൽ മതി. തിളപ്പിച്ചെടുക്കരുത്. കോക്കനട്ട് മിൽക്കാണ്. അപ്പോൾ അതവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ട്ടോ. അപ്പോൾ മോൾഡിൽ നിന്നും എടുത്ത് മാറ്റാം. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ട്ടോ. നമ്മൾ നോർമലായിട്ടുള്ള ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടുന്നേക്കാളും അടിപൊളിയാണ്. നല്ല സോഫ്റ്റുമാണ് ട്ടോ കേക്ക്. അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് ടീ കേക്കായിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ടീ കേക്കാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും കൂടി അടിപൊളിയാക്കാനാണ് ഒരു മിൽക്ക് കേക്കാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു മോൾഡിലോട്ട് തന്നെ ഇറക്കി വെക്കുകയാണ് നമ്മുടെ ഈ ഒരു കോക്കനട്ടിൻ്റെ മിൽക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെയർ ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. പുറം ഭാഗം ഈ ഒരു മുകൾ ഭാഗം ചെറുതായിട്ട് നമുക്ക് ക്രിസ്പി ആയ പോലെ തോന്നുമെങ്കിലും തണുത്ത് വരുമ്പം അതും നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഇല്ലേ, ഇത് ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഈ ഒരു തേങ്ങാപ്പാൽ മൊത്തം പെട്ടെന്ന് തന്നെ ഇത് അബ്സോർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക്. അപ്പോൾ ദാ നമ്മൾ ഒഴിച്ചിട്ടില്ലേ ഈ പാലില്ലേ, ഇത് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മൊത്തം അബ്സോർവ് ചെയ്തെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളെ കേക്ക് ഇതാ മൊത്തത്തിൽ ആ ഒരു പാലൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാൽ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ദാ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശം കാണാൻ പറ്റും ട്ടോ. ഉൾവശം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ എയർ ഫ്രയറിൽ നമ്മുടെ ഈ ഒരു കേക്കുകളൊക്കെ റെഡിയാക്കി എടുക്കാൻ. നമ്മൾ ഗ്യാസിലോ അല്ലെങ്കിൽ ഓവനിലോ ഒന്ന് വെക്കുന്ന ടൈമും കാര്യങ്ങളൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഒരു ഉൾവശം ഇതാ കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സോഫ്റ്റും ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് ഒരു പീസ് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലോട്ട് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ കോക്കനട്ട് മിൽക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു കോക്കനട്ടിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം കൂടിയായി അടിപൊളിയാണ്. ഈ ഒരു കേക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്കാണ്. നിങ്ങൾക്ക് ഗ്യാസിൽ ചെയ്യാനും അവളിൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. നിങ്ങൾക്ക് എയർ ഫ്രയർ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഈ ഒരു കോക്കനട്ട് മിൽക്ക് തയ്യാറാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അതുപോലെ തന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മളെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു മിക്സി വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എയർ ഫ്രയറിൻ്റെ ടൈമും കാര്യങ്ങളും ഒക്കെ കറക്റ്റാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് റെസിപ്പീസ് കാണിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.